നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സിറ്റി വിഷൻ ഇംപാക്ട്. രാജകുമാരി വില്ലേജിലെ മുള്ളൻതണ്ടിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമി കയ്യേറിയ സംഭവത്തിൽ റവന്യൂ വകുപ്പ് ശക്തമായ നടപടിയിലേക്ക്. നടപടി സിറ്റി വിഷൻ വാർത്തയെ തുടർന്ന് 2 പേർക്ക് നോട്ടീസ് നൽകി 7 ദിവസത്തിനകം ഭൂമി ഒഴിയണമെന്ന നിർദ്ദേശം. മാമലക്കണ്ടം പിണവൂർ ചെറുകിട ജലവൈദ്യുത പദ്ധതിക്കെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. പദ്ധതി നടപ്പിലാക്കിയാൽ പ്രദേശത്ത് മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കുമെന്ന് മനുഷ്യ വന്യജീവി ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി അംഗം കെ ബുൾബേന്ദ്രൻ. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയുടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. നടപടി ആത്മഹത്യ ചെയ്ത സാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്ത സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി. അടിമാലി ലക്ഷം വീട് നിവാസികൾ നടത്തിവരുന്ന സമരം 10ാം ദിവസത്തിലേക്ക്. ഇന്ന് രാവിലെ പ്രദേശത്ത് ചെറിയ തോതിൽ മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചു. പ്രദേശത്ത് മണ്ണിടിച്ചൽ സാധ്യതയും നിലനിൽക്കുന്നു. തങ്ങളുടെ ആവശ്യത്തിന് പരിഹാരം കാണാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കുടുംബങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി രാജകുമാരി വില്ലേജിലെ മുള്ളൻതണ്ടിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമി കയ്യേറിയ സംഭവത്തിൽ റവന്യൂ വകുപ്പ് ശക്തമായ നടപടികളിലേക്ക്. നടപടി സിറ്റി വിഷൻ വാർത്തയെ തുടർന്നാണ്. സ്ഥലത്തെത്തി പരിശോധന നടത്തിയ വില്ലേജ് അധികൃതർ 2 പേർക്ക് നോട്ടീസ് നൽകി. 7 ദിവസത്തിനകം ഭൂമി ഒഴിയണമെന്ന നിർദ്ദേശമാണുള്ളത്. സിറ്റി വിഷൻ ഇംപാക്ട്. രാജകുമാരി വില്ലേജിലെ പൂപ്പാറ പരിധിയിൽ ഉൾപ്പെടുന്ന മുള്ളൻതണ്ടിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ അനധികൃതമായി ഷെഡുകൾ നിർമ്മിക്കുകയും ഏലം കൃഷി നടത്തുകയും ചെയ്തവർക്കെതിരെയാണ് റവന്യൂ വകുപ്പിന്റെ നടപടി. അനധികൃത നിർമ്മാണം സംബന്ധിച്ച് സിറ്റി വിഷൻ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ സ്ഥലം നേരിട്ട് സന്ദർശിച്ച വില്ലേജ് അധികൃതർ 2 കയ്യേറ്റക്കാർക്ക് നോട്ടീസ് നൽകി. 7 ദിവസത്തിനകം സർക്കാർ ഭൂമിയിൽ നിന്ന് സ്വമേധയാ ഒഴിഞ്ഞു പോകണമെന്നാണ് നിർദ്ദേശം പാലിക്കാത്ത പക്ഷം നിയമാനുസൃതമായി ഒഴിപ്പിക്കൽ നടപടി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ഇവിടെ വ്യാപകമായി കയ്യേറ്റം നടന്നതെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ അനധികൃതമായി ഷെഡുകൾ നിർമ്മിക്കുകയും ഏലച്ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തതായി പരിശോധനയിൽ കണ്ടെത്തി. ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതിന് മുമ്പ് ഭൂമി കൈവശപ്പെടുത്തി അവകാശവാദം ഉന്നയിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കയ്യേറ്റമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. കോതമംഗലം പൈങ്ങോട്ടൂർ സ്വദേശികളും തമിഴ്നാട് സ്വദേശികളുമാണ് റവന്യൂ രേഖകളിൽ പാറപ്പുറമ്പോക്കെന്ന് രേഖപ്പെടുത്തിയ ഭൂമി കയ്യേറിയതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കയ്യേറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നേരത്തെ റവന്യൂ വകുപ്പ് പരിശോധന നടത്തി സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നെങ്കിലും ഇത് അവഗണിച്ചാണ് വീണ്ടും ഷെഡ് നിർമ്മാണം നടത്തിയതെന്ന് അധികൃതർ പറയുന്നു. കുന്നിൻ ചെരുവിൽ നിയമവിരുദ്ധമായി നിർമ്മിച്ചിരിക്കുന്ന വലിയ പടുതാക്കുളങ്ങൾ ദുരന്ത നിവാരണ നിയമപ്രകാരം റവന്യൂ വകുപ്പ് നേരത്തെ മണ്ണിട്ട് നികത്തിയിരുന്നു. എന്നാൽ ഇതിനുശേഷവും കയ്യേറ്റക്കാർ വീണ്ടും സ്ഥലത്ത് ഏലച്ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ഷെഡുകളുടെ നിർമ്മാണം തുടരുകയും ചെയ്തതായി കണ്ടെത്തി. കഴിഞ്ഞ ദിവസം വില്ലേജ് അധികൃതർ നടത്തിയ പരിശോധനയ്ക്കിടെയും സ്ഥലത്ത് തൊഴിലാളികൾ ജോലി ചെയ്യുന്നതായി കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നോട്ടീസ് നൽകി തുടർ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. മുള്ളൻതണ്ടിലെ സർക്കാർ ഭൂമി കയ്യേറ്റം പൂർണ്ണമായി ഒഴിപ്പിക്കുവാനുള്ള നടപടികൾ തുടരുമെന്ന് റവന്യൂ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. നോട്ടീസിന്റെ കാലാവധി അവസാനിച്ച ശേഷം തുടർ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. സിറ്റി വിഷൻ രാജകുമാരി. മാമലക്കണ്ടം പിണവൂർ ചെറുകിട ജലവൈദ്യുത പദ്ധതിക്കെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി. പദ്ധതി നടപ്പിലാക്കിയാൽ പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ ഇല്ലാതാകുമെന്നും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. പദ്ധതിയുടെ മറവിൽ പാറ തുറന്ന് കരിങ്കല്ല് കടത്താലാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. അതേസമയം പദ്ധതി നടപ്പിലായാൽ പ്രദേശത്ത് മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കുമെന്ന് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി അംഗം കെ ബുൾബേന്ദ്രനും പറഞ്ഞു. മാമലക്കണ്ടം ഉരുളക്കുഴി വെള്ളച്ചാട്ടത്തിന് സമീപം ആരംഭിക്കുന്ന പിണവൂർ ചെറുകിട ജലവൈദ്യുത പദ്ധതിക്കെതിരെ പ്രതിഷേധവുമായി മാമലക്കണ്ട നിവാസികൾ രംഗത്തെത്തി. എറണാകുളം ഇടുക്കി ജില്ലയുടെ അതിർത്തിയായ മാമലക്കണ്ടത്താണ് സ്വകാര്യ വ്യക്തി ചെറുകിട ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതിയുടെ മറവിൽ കരിങ്കൽ പാറകൾ കടത്താനുള്ള ശ്രമമാണെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി ഉരുളക്കുഴി മുതൽ ആനന്ദക്കുടി വരെ 3 മലകൾ തുരന്നാണ് വെള്ളം കൊണ്ടുപോകുന്നതിനായി ടണൽ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇത് പ്രദേശത്ത് വലിയ തോതിലുള്ള മണ്ണിടിച്ചിലിനും മനുഷ്യ വന്യജീവി സംഘർഷത്തിനും ഇടയാക്കും. നിലവിൽ നമ്മൾ നിൽക്കുന്ന ഈ തോട്ടില് വെറും 5 മാസം മാത്രമാണ് വെള്ളമുള്ളൂ. അതിന് ഈ വെള്ളം ഇവിടുന്ന് ഏതാണ്ട് 4 കിലോമീറ്ററോളം തുരങ്കം അടിച്ചുകൊണ്ടുപോയി പെണ്ണൂർക്കുടിയിൽ എത്തിച്ചാണ് ഇത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഈ പ്രൈവറ്റ് കമ്പനി നോക്കുന്നത്. നിലവിൽ ഇവിടെ മാമലക്കണ്ടത്തെ ആവശ്യങ്ങൾക്ക് പോലും നിലവിൽ വെള്ളമില്ല. വേനൽക്കാലം വരുമ്പോൾ വെള്ളം എത്തിക്കുന്നത് കുട്ടമ്പുഴ പഞ്ചായത്തിൽ നിന്ന് വാഹനത്തിന്റെ സൗകര്യത്തോടു കൂടിയാണ്. ഇത്ര ജലമില്ലാത്ത സ്ഥലത്ത് ഈ പദ്ധതി നടത്തുന്നത് വെച്ചാൽ ഈ പദ്ധതിയുടെ മറവിൽ വൻ കൊള്ളയാണ്. അതായത് തുറന്നു പറയാം, 2 മല തുറന്ന് പോകുന്നത്, ഒന്ന് കല്ലിലുള്ള മലയാണ്. അത് ഏതാണ്ട് 2.5-3 മീറ്റർ വീതിയിൽ തുറന്നു പോകുമ്പോൾ അതിൽ കിട്ടുന്ന കല്ലാണ് ഇവരുടെ ലാഭം. ടണൽ കടന്നു പോകുന്നത് വനമേഖലയിൽ കൂടിയാണ്.
ഇത് വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുവാനും കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ പറഞ്ഞു. ഇത് ഈ അടുത്ത കാലത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് സർവേക്ക് വരുമ്പോഴാണ് ജനങ്ങൾ അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ ഗ്രീൻ കെയർ കേരളയ്ക്ക് പരാതി തരികയും ഞങ്ങൾ ഇവിടെ വന്ന് നേരിട്ട് അന്വേഷിച്ചപ്പോൾ ഈ പ്രദേശത്തെല്ലാം ആനകളുടെ ആവാസ വ്യവസ്ഥയാണ്. മറ്റു വന്യജീവികളും വരുന്ന ഈ പ്രദേശം പശ്ചിമഘട്ട മലനിരകളിലെ ഹോട്ട്സ്പോട്ടാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആണ്. നൂറുകണക്കിന് ആനകളാണ് ഇവിടെ വന്ന് വെള്ളം കുടിക്കാൻ വരുന്നത്. 3 മലകൾ തുരന്നാണ് ടണലിൽ കൂടെ വെള്ളം കൊണ്ടുപോയി പവർ ഹൗസിലേക്ക് ചാടിക്കാനുള്ള ഈ പദ്ധതിയുടെ പ്രോജക്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇത് വന്യമൃഗങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുകയും മനുഷ്യ വന്യജീവി സംഘർഷം ഈ പ്രദേശത്തേക്ക് ചിന്നക്കനാൽ പോലുള്ള മേഖലയിൽ സംഭവിച്ച പോലെ ഇവിടെയും സംഭവിക്കുകയും അത് വലിയ സംഘർഷത്തിലേക്ക് മാറുകയും ചെയ്യും. പദ്ധതിയുടെ ഭാഗമായി പാറഖനനം നടത്തുമ്പോൾ ആനയടക്കമുള്ള വന്യജീവികളുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സമാകും. പ്രദേശത്ത് രൂക്ഷമായ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ഇടവരുത്തുകയും ചെയ്യും. ഉരുളക്കുഴി വെള്ളച്ചാട്ടം കാണാനായി നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. വർഷത്തിൽ 5 മാസമാണ് ഉരുളക്കുഴിത്തോട്ടിൽ വെള്ളമുണ്ടാവുകയുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മറ്റൊരു പദ്ധതിക്ക് തുടക്കമിട്ടിരുന്നു. വെള്ളമില്ലാതെ വന്നതോടെ പദ്ധതി നിലച്ചു പോവുകയും ചെയ്തു. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയാണ് പദ്ധതിക്ക് പെർമിഷൻ നൽകിയത്. പദ്ധതിയുടെ ഭാഗമായി ഉദ്യോഗസ്ഥർ സർവേക്ക് എത്തിയപ്പോഴാണ് പ്രദേശവാസികൾ പദ്ധതിയുടെ വിവരങ്ങൾ പോലും അറിയുന്നത്. പദ്ധതി നടപ്പിലായാൽ മാമലഖണ്ഡം മേഖലയിൽ വലിയ തോതിലുള്ള പരിസ്ഥിതി ആഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാക്കുമെന്നുമാണ് പ്രദേശവാസികളുടെ നിലപാട്. സിറ്റി വിഷൻ, അടിമാലി. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയുടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറും. ആത്മഹത്യ ചെയ്ത സാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് നടപടി. സാബുവിന്റെ ഭാര്യ അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിയെ സമീപിച്ചിരുന്നു. CPIM നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ സമ്മർദ്ദം മൂലമാണ് സാബുവിന്റെ ജീവൻ ഒടുക്കിയതെന്നാണ് പരാതി. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്ത സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി മുൻ അന്വേഷണം ശരിയായ ദിശയിലല്ലായിരുന്നുവെന്നും കുടുംബത്തിന്റെ ആക്ഷേപം. അന്വേഷണത്തോട് യാതൊരു യോജിപ്പുമില്ല. കാരണം കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് അവരെ സ്വകാര്യ വ്യക്തികളായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. അതായത് അവർ ഔദ്യോഗിക പദവി ഉണ്ടായിരുന്ന സമയത്ത് നടത്തിയ ഒരു കുറ്റകൃത്യമാണ്. എന്നാലും അവരെ സ്വകാര്യ വ്യക്തികളായിട്ടാണ് അതിനെ പരിഗണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണ എന്നൊരു വാക്ക് പോലും അതിനകത്ത് എഴുതിയിട്ടില്ല. അപ്പോൾ ആ കുറ്റപത്രം യാതൊരു വിധത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഈ കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞ് ചാർജ് ഷീറ്റ് സമർപ്പിച്ച് കഴിഞ്ഞ് നമ്മളോട് അതിനു മുമ്പ് യാതൊരു വിധത്തിലുള്ള അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. ആദ്യം മൊഴിയെടുക്കാനായിട്ടൊന്നും വന്നതല്ലാതെ വേറൊരു കേസ്, അതായത് ഞാൻ ആ ഓഡിയോ ക്ലിപ്സ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അത് സ്വീകരിക്കാൻ പോലും അവർ തയ്യാറായില്ല. ഓഡിയോ ക്ലിപ്സ് മൊബൈലിലുണ്ടല്ലോ, അതിൽ നിന്ന് ഞങ്ങൾ ശരിയാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ചാർജ് ഷീറ്റ് സമർപ്പിക്കുകയും ചെയ്തത്. അതായത് ഈ സാവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചിരിക്കുന്ന മെയിൻ പ്രതിയായ VRCGയുടെ ഭീഷണി മൂലമാണ്. VRCG അതായത് കട്ടപ്പനയിലുള്ള ഒരു ചുമട്ടുതൊഴിലാളിയെ, അതായത് VRCGയുടെ നേതൃത്വത്തിലാണ് ചുമട്ടുതൊഴിലാളിയെ തല്ലി കാലൊടിച്ചത്. അങ്ങനെയെല്ലാം സാവിന് ഒത്തിരി കാര്യങ്ങൾ ഒരു പേടിയായിരുന്നു. VRCG എന്ന് പറയുന്നതേ പേടിയായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഭീഷണി മൂലമാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് 100%. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ പാവത്തിനെ ഉപദ്രവിക്കുന്ന ഓഡിയോകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ദുഃഖമാണ്. നേരത്തെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, എല്ലാവർക്കും പരാതി കൊടുത്തു, പക്ഷേ അതിൽ നിന്നൊന്നും നമുക്കൊരു യാതൊരു ഇതും കിട്ടിയില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി VD സതീശൻ സാറിനും രമേശ് ചെന്നിത്തല സാറിനും പരാതി കൊടുക്കാൻ തീരുമാനിച്ചത്. എന്തായാലും ദൈവം സഹായിച്ച് അവരെ കാണാൻ പറ്റി, അവർക്ക് നിവേദനം കൊടുക്കാൻ പറ്റി. അവർ നമ്മളെ പരിഗണിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഏതൊക്കെയാലും ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ നമുക്ക് നീതി ഉറപ്പാക്കും. പുനരന്വേഷണം നടത്തി സത്യാവസ്ഥ തെളിയണമെന്ന് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ. അടിമാലി ലക്ഷം വീട് നിവാസികൾ നടത്തിവരുന്ന സമരം 10ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് രാവിലെ പ്രദേശത്ത് ചെറിയ തോതിൽ മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീണിരുന്നു. കൂടാതെ മണ്ണിടിഞ്ഞ ഭാഗത്ത് ചെറിയ രീതിയിൽ മണ്ണ് വിണ്ടുകീറിയിരിക്കുന്നതും ആശങ്കയ്ക്ക് ഇടവരുത്തുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ ആവശ്യത്തിന് പരിഹാരം കാണാതെ സമരമുഖത്തു നിന്നും പിന്മാറില്ലെന്നാണ് കുടുംബങ്ങൾ പറയുന്നത്. അടിമാലി ലക്ഷം വീട് ഭാഗത്ത് മണ്ണിടിഞ്ഞ് വീട് നഷ്ടപ്പെട്ടവർ നടത്തിവരുന്ന രാപ്പകൽ സമരം 10ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ തങ്ങൾക്ക് അനുകൂലമായി യാതൊരു നടപടിയും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കുടുംബങ്ങൾ പറയുന്നത്. ഇന്നലെ മുതൽ പെയ്ത മഴയിൽ പ്രദേശത്ത് ഇന്ന് രാവിലെ ചെറിയ രീതിയിൽ മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീണിരുന്നു. മണ്ണിടിഞ്ഞ ഭാഗത്ത് ചെറിയ വിള്ളലും കാണപ്പെട്ടത് ആശങ്കയ്ക്ക് ഇടവരുത്തുന്നു. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിൽ ഇടപെട്ട് ഇനിയെങ്കിലും കണ്ണു തുറന്ന് ഞങ്ങൾക്ക് നീതി പാലിച്ച് ഈ സമരം പിരിച്ചുവിടണം എന്നാണ് ഞങ്ങൾ ദയാനീയമായി അഭ്യർത്ഥിക്കുന്നത്. തങ്ങളുടെ വീടിന്റെ കാര്യത്തിൽ ഉചിതമായ നടപടി ഉണ്ടാകാതെ സമരമുഖത്തു നിന്നും പിന്മാറില്ലെന്നാണ് കുടുംബങ്ങൾ പറയുന്നത്. അതേസമയം വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. വാസയോഗ്യമല്ലാത്ത വീടുകളുള്ള കുടുംബങ്ങൾക്കും 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം സർക്കാർ നൽകണമെന്ന ഇക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടം സർക്കാരിന് കത്തും നൽകി.
മുടങ്ങിക്കിടക്കുന്ന 4 മാസത്തെ വാടക കുടിശ്ശികകൾ ഉടൻ തന്നെ തീർക്കണമെന്ന് ദേവികുളം സബ് കളക്ടർ VM ആര്യ അറിയിച്ചു. പ്രദേശത്തെ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉചിതമായി നടപടി ഉണ്ടാകണമെന്നതാണ് സമരമുഖത്തുള്ള കുടുംബങ്ങളുടെ ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. മൂന്നാറിൽ ഗതാഗത നിയമലംഘനങ്ങൾ വർദ്ധിച്ചതോടെ വാഹന പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പും പോലീസും. ഗതാഗത നിയമങ്ങൾ ലംഘിച്ചവർക്കെതിരെയും കേസെടുക്കാൻ നടപടി സ്വീകരിച്ചു. പരിശോധന തുടരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. മൂന്നാറിൽ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അപകടയാത്രകളും ഗതാഗത നിയമലംഘനങ്ങളും വർദ്ധിച്ചതോടെയാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്ത പരിശോധന നടത്തിയത്. പ്രധാന റോഡുകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴികളിലുമായി നടത്തിയ പരിശോധനയിൽ 100-ലധികം വാഹനങ്ങൾ പരിശോധിച്ചു. മദ്യപിച്ച് വാഹനമോടിച്ച് നിരവധി ഡ്രൈവർമാർ പിടിയിലായി. വാഹനത്തിന്റെ രേഖകൾ കൈവശം സൂക്ഷിക്കാത്തതും മറ്റ് ഗതാഗത നിയമങ്ങൾ ലംഘിച്ചതും യാത്ര നടത്തിയവർക്കെതിരെയും കേസെടുത്ത നടപടി സ്വീകരിച്ചു. ഇവിടെയുള്ള അപകടങ്ങൾക്ക് കാരണം ആരും ഇവിടുത്തെ റോഡിൻ്റെതോ ട്രാഫിക്കിൻ്റെതോ അങ്ങനെയൊന്നുമല്ല. ശരിക്കും ഡ്രൈവർമാരുടെ കുഴപ്പമോ അല്ലെങ്കിൽ ഓടിക്കുന്ന രീതിയുടെ കുഴപ്പമോ കൊണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ സംയുക്തമായിട്ട് ഇതേപോലെ ഇന്ന് നടത്തിയതുപോലെ തന്നെ സംയുക്തമായിട്ട് ഇനിയും തുടർന്നും ഞങ്ങൾ പരിശോധന നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപകടയാത്രകളും നിയമലംഘനങ്ങളും തടയുവാൻ വരും ദിവസങ്ങളിലും മൂന്നാറിൽ പരിശോധന കൂടുതൽ വ്യാപകമാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. സിറ്റി വിഷൻ, മൂന്നാർ. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബാങ്കിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. 10 കോടിയിലധികം രൂപയുടെ ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയിട്ടും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ സഹകരണ വകുപ്പ് തയ്യാറാകുന്നില്ലെന്ന് ആരോപിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. 10 കോടിയിലധികം രൂപയുടെ ക്രമക്കേടുകൾ നടത്തി നൂറുകണക്കിന് നിക്ഷേപകരുടെ പണം തിരികെ നൽകാതെ തട്ടിപ്പ് നടത്തിയ തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിന്റെ ചുമതലക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബാങ്ക് പിടിക്കൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഒരു കാലത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിനെ തകർച്ചയിലേക്ക് നയിച്ചത് കഴിഞ്ഞ 3 ഘട്ടങ്ങളിലെ ഭരണസമിതിയാണെന്നും വിജിലൻസ് ഉൾപ്പെടെയുള്ള ഉന്നതതല അന്വേഷണത്തിലൂടെ കുറ്റക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. ഡയാലിസിസ് രോഗികൾ ഉൾപ്പെടെ പലരും മുൻപ് നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കുന്നതിനായി നിരവധി തവണ ബാങ്കിൽ കയറിയിറങ്ങുകയും ചിലർ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്ത സംഭവങ്ങളുണ്ട്. എന്നാൽ നിക്ഷേപകരുടെ 10 കോടിയോളം രൂപ തട്ടിയെടുത്ത മുൻ ഭരണസമിതിയിൽപ്പെട്ട പലരും വൻകിട കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും തോപ്രാംകുടി കേന്ദ്രീകരിച്ച വലിയ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തുകയും ചെയ്തു. അടുത്തിടെ സെക്രട്ടറി ഉൾപ്പെടെ 3 സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണം വഴിതിരിച്ചുവിടുവാൻ ശ്രമിക്കുമ്പോഴും ക്രമക്കേട് നടത്തിയ പ്രധാനപ്പെട്ടവർ സമൂഹത്തിൽ വിലസുകയാണെന്നതാണ് സമരക്കാരുടെ ആരോപണം. ഭരണത്തിന്റെ തണലിൽ നിക്ഷേപകരെ വെല്ലുവിളിച്ച സുഖലോലുപരായി വിലസുന്ന 2010 മുതലുള്ള ഭരണസമിതി അംഗങ്ങൾക്കെതിരെ ശക്തമായ അന്വേഷണം വേണമെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ കടുത്ത സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നിതിൻ ജോയി, ജെയ്സൺ ജോയി, റോബിൻ ജോർജ്, അമൽമോൻ സെബാസ്റ്റ്യൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു കരക്കുന്നേൽ, പഞ്ചായത്ത് അംഗം KK മനോജ് എന്നിവർ വ്യക്തമാക്കി. സിറ്റി വിഷൻ, ഇടുക്കി. ബിവറേജസ് ഔട്ട്ലെറ്റ് മാറ്റുവാനുള്ള നീക്കം എതിർക്കുമെന്ന BJP നേതാക്കൾ. ഉപ്പുതറയിൽ പ്രവർത്തിക്കുന്ന ബിവറേജസ് ഔട്ട്ലെറ്റ് ആൾതാമസമില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റാനുള്ള നീക്കമാണ് UDF നേതാക്കളുടേതെന്ന് ഇതിനെ ശക്തമായി എതിർക്കുമെന്ന നിലപാടിലുമാണ് BJP നേതാക്കൾ. ഈ ഉപ്പുതറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബീവറേജ് ഔട്ട്ലെറ്റ് കേരള സംസ്ഥാനത്തിൻ്റെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് മാറ്റി ആൾതാമസമില്ലാത്ത ടൗണുമായി ബന്ധമില്ലാത്ത സ്ഥലത്ത് മാറ്റാനുള്ള ശ്രമം നടത്തുന്നതായിട്ട് അറിയാൻ സാധിച്ചു. ഈ ഔട്ട്ലെറ്റ് പല തവണ ഇവിടുന്ന് മാറ്റിയതാണ്. ഉപ്പുതറയിൽ ഏതാണ്ട് 2019 കാലഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഔട്ട്ലെറ്റ് അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷത്തിൻ്റെ ചില നേതാക്കന്മാരുടെ സ്വാധീനത്താൽ വാഗമണ്ണിൽ മുട്ടക്കുന്ന് എന്ന പ്രദേശത്ത് മാറ്റുകയും അവിടെ ഇതിൻ്റെ ബിസിനസ് കാര്യമായി നടക്കാതെ വന്നപ്പോൾ വീണ്ടും അത് ആ ഭരണകക്ഷിയുടെ ചില നേതാക്കന്മാരുടെ സ്വാധീനത്താൽ വീണ്ടും അത് ഉപ്പുതറയിൽ കൊണ്ടുവരികയും ഇപ്പോൾ അത് ഉപ്പുതറയിൽ നിന്ന് ആൾതാമസമില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. ഇതിനെ BJP ശക്തമായി പ്രതിഷേധിക്കുകയാണ്. കാരണം ഇവിടെ ഏതാണ്ട് തോട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതാണ്ട് 10,500ഓളം കുടുംബക്കാർ ഇവിടെ ഉപജീവനമായി മാർഗമായി കാണുന്ന ഏക വരുമാനവും എല്ലാം ഉപ്പുതറ ടൗണാണ്. ഈ ഉപ്പുതറ ടൗണ് ഈ ഒരു ബീവറേജ് കോർപ്പറേഷൻ നിന്ന് മാറ്റുന്നതോടൊപ്പം ഉപ്പുതറ ടൗൺ നിശ്ചലമാകും എന്ന് മാത്രമല്ല ഇവിടെയുള്ള ഒരു ആയിരക്കണക്കിന് ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൂടാതെ ഇവരെല്ലാം തൻ്റെ ഉപജീവനമായി ഓട്ടോറിക്ഷ പോലെ ഓടി ജീവിക്കുന്ന നിരവധി തൊഴിലാളികളുണ്ട്. അവർക്കെല്ലാം അവരുടെ എല്ലാം ഒരു അത്താണിയാണ് ഈ ബീവറേജ് ഇവിടെ വന്നതുകൊണ്ട് ഓട്ടം ലഭിക്കുക, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക,
തൻ്റെ കുടുംബം ഭദ്രമാക്കുക എന്നുള്ളത്. ആ ലക്ഷ്യമൊക്കെയാണ് ഇപ്പോൾ നഷ്ടമാകുന്ന ഒരു സാഹചര്യം. പീരുമേട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിക്കുകയും ആശുപത്രിയുടെ കാഷ്വാലിറ്റി വിഭാഗത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിൽ പീരുമേട് മേലെഴുത എസ്റ്റേറ്റ് സ്വദേശി വിമൽ വൈ, മത്തായിക്കൊക്ക പുതുവൽ സ്വദേശി ജോൺസൺ എന്നിവരെ പീരുമേട് പോലീസ് അറസ്റ്റ് ചെയ്തു. ജൂൺ 28 രാത്രി പീരുമേട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റിക്ക് സമീപം സെക്യൂരിറ്റി ഡ്യൂട്ടിയിലായിരുന്ന ജീവനക്കാരൻ രോഗിയുടെ കൂടെയെത്തിയ ചിലർ തമ്മിൽ അടിപിടി ബഹളം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതികൾ സെക്യൂരിറ്റി ജീവനക്കാരനെ അസഭ്യം പറയുകയും ശാരീരികമായി ആക്രമിക്കുകയും ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. KCYMന്റെ സംസ്ഥാന യുവജന ദിനാഘോഷം ജൂലൈ 5 മുരിക്കാശ്ശേരിയിൽ നടക്കും. കൈറോസ് 2026 എന്ന പേരിൽ നടക്കുന്ന യുവജന ദിനാഘോഷം KCBC പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ചാലക്കൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KCYMന്റെ സംസ്ഥാന യുവജന ദിനാഘോഷം കൈറോസ് 2026 ജൂലൈ 5 മുരിക്കാശ്ശേരിയിൽ നടക്കും. യുവജന ദിനാഘോഷം KCBC പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ചാലക്കൽ ഉദ്ഘാടനം ചെയ്യും. KCYM ഇടുക്കി രൂപതയുടെ ആതിഥേയത്വത്തിൽ മുരിക്കാശ്ശേരി സെന്റ് മേരീസ് സ്കൂളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫ്രാൻസിസ്കൻ വാർഷികാചരണത്തിന്റെ ഭാഗമായി യുവജന മാസത്തിന്റെ ഉദ്ഘാടനം നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. കത്തോലിക്ക സഭ ദുഃഖാന തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച യുവജന ദിനമായിട്ട് കേരളത്തിൽ ആചരിക്കുകയാണ്. KCBCയുടെ ഔദ്യോഗിക യുവജന പ്രസ്ഥാനമായ KCYMന്റെ നേതൃത്വത്തിൽ ഈ വർഷം കൈറോസ് 2026 എന്ന പേരിൽ 32 രൂപതകളെ ചേർത്തണക്കിക്കൊണ്ട് യുവജന സംഗമം ഇടുക്കിയുടെ മണ്ണിൽ ഏറെ സ്നേഹബഹുമാനത്തോടെ എല്ലാ യുവജനങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തപ്പെടുകയാണ്.
KCBC പ്രസിഡന്റ് അഭിവന്ദ്യ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവാണ് ഈ ഒരു യുവജന സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. മഹാസംഗമത്തിന്റെ പ്രചരണാർത്ഥം ഇടുക്കി രൂപതയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് വിവിധ മേഖലകളുടെ നേതൃത്വത്തിൽ തോമസ് മൂർ ഛായാചിത്ര പ്രയാണം, ദീപശിഖ പ്രയാണം, പതാക പ്രയാണം എന്നിവ സംഘടിപ്പിക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് സംഗീത നിശയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ 32 കത്തോലിക്ക രൂപതകളിൽ നിന്നുള്ള യുവജനങ്ങളെ ഒരുമിച്ച് ചേർക്കുന്ന സംഗമത്തിന് KCYM സംസ്ഥാന സമിതി അംഗങ്ങളും ഇടുക്കി രൂപത ഭാരവാഹികളും നേതൃത്വം നൽകും. KCYM സംസ്ഥാന പ്രസിഡന്റ് ഷിബിൻ ഷാജി അധ്യക്ഷത വഹിക്കും. KCBC യുവജന കമ്മീഷൻ ചെയർമാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ഇടുക്കി രൂപതയുടെ മുഖ്യ വികാരി ജനറൽ മോൺ ജോസ് കരിവേലിക്കൽ, KCYM ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ KCYM സംസ്ഥാന പ്രസിഡന്റ് ഷിബിൻ ഷാജി, ജനറൽ സെക്രട്ടറി കാസ പൂപ്പന, ട്രഷറർ ജെയ്സൺ ആൽബി, KCYM ഇടുക്കി രൂപത പ്രസിഡന്റ് അമൽ ജിജു ജോസഫ, ജനറൽ സെക്രട്ടറി ബിജോ ബൈജു, ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ മനക്കിലേട്ട് എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ ഗുണഭോക്താക്കളായിട്ടുള്ളവരുടെ ഗ്രാമസഭ ചേർന്നു. തങ്കമണി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന ഗുണഭോക്തൃ ഗ്രാമസഭ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഭവനരഹിതരായ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ഭവന നിർമ്മാണ പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയുടെ ഗുണഭോക്തൃ ഗ്രാമസഭയാണ് ചേർന്നത്. PMAY പദ്ധതി ലിസ്റ്റിൽ ഉൾപ്പെട്ട അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനും പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനുമാണ് ഗ്രാമസഭ സംഘടിപ്പിച്ചത്. തങ്കമണി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന ഗുണഭോക്തൃ ഗ്രാമസഭ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ആ നിയമത്തിന് വിധേയമായി മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാവൂ എന്ന കാര്യം വിനയപൂർവ്വം അറിയുന്നു. അല്ലാതില്ലെങ്കിൽ ആർക്കും പിന്നെ നിങ്ങളെ സഹായിക്കാൻ കഴിയും. ഇത് ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും അറിയാം. ഒരാൾ വിചാരിച്ചാലും നിങ്ങൾക്ക് പണം ഉണ്ടാക്കി തരാൻ കഴിയും. ഒന്ന് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ 4 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടി ഈ ഓഫീസിൽ നടക്കുന്നു, ഗ്രാമസഭയിൽ പോകുന്നു, അപേക്ഷ കൊടുക്കുന്നു. ഈ കാര്യം ചെയ്യുന്നതെല്ലാം നമ്മുടെ പണമില്ലാത്തതാണ്. നമുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാൽ എന്നാൽ പിന്നെ കാശ് കടം വാങ്ങിച്ച് മുൻകൂട്ടി ചെയ്താലാണ് നമുക്കത്ര സുരക്ഷിതമായല്ലോ എന്ന് കരുതി. അർഹതാ ലിസ്റ്റിലുള്ളവർക്ക് ഭവന നിർമ്മാണത്തിന് ആവശ്യമായ പണം പദ്ധതി വിഹിതമായി കിട്ടുന്നില്ലാത്തതുകൊണ്ട് വരുമാനം കുറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുക്കുന്നതിന് സർക്കാരിൽ നിന്നും അനുമതിക്കായി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു നെടുഞ്ചേരിയിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി മാവേലി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KK സുബി, മോളി ടോമി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വത്സമ ശശികുമാർ, സാലി ബാബു, റെജി മുക്കാട്ട്, മഹേഷ് മാത്യു, രതീഷ് കുമാർ, ഷേർലി ജോസഫ്, ഓമന ശിവൻകുട്ടി, ജോയിന്റ് BDO ജയരാജ് M നായർ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും മറ്റു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുമായി അനുമോദന യോഗം സംഘടിപ്പിച്ചു. ആമയാർ മാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഉടുമ്പൻചോല MLA സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു. ഉജ്ജ്വലം 2026 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും മറ്റു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും അവാർഡ് ജേതാക്കളെയുമാണ് ആദരിച്ചത്. ഐമാൻ മാസ് ഓഡിറ്റോറിയത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജേക്കബിന്റെ അധ്യക്ഷതയിൽ കൂടിയ അനുമോദന യോഗം ഉടുമ്പൻചോല MLA സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു. പ്രകടനം കാഴ്ചവെച്ച് വിജയിക്കുന്നവരെ ആദരിക്കുക അത് സമൂഹത്തിന്റെ ഒരു കർത്തവ്യമാണ്. അത് ബാക്കിയുള്ളവർക്കൊരു പ്രചോദനവും അവാർഡ് കിട്ടിയ ആൾക്ക് കൂടുതൽ ഉയരങ്ങൾ താണ്ടാനുള്ള ഒരു വഴി കൂടി, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്നു എന്നുള്ളതാണ് എല്ലാ അവാർഡുകളുടെയും പ്രത്യേകത. ഗുരുശ്രേഷ്ഠ പുരസ്കാരം നേടിയ വണ്ടൻമേട് ആമയാർ MES ഹൈസ്കൂൾ പ്രധാന അധ്യാപിക മായ വസുന്ധരാദേവിയെ ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു. ജേതാക്കളെ MLA പുരസ്കാരങ്ങൾ നൽകിയാണ് അനുമോദിച്ചത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A ബാലസിംഗ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മിനി പ്രിൻസ്, ആൻസി ജെയിംസ്, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോബൻ പാനോസ്, വണ്ടൻമേട് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലക്ഷ്മി R, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് ജോൺ, മുതിർന്ന പഞ്ചായത്ത് അംഗം GP രാജൻ എന്നിവർ പ്രസംഗിച്ചു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ, രക്ഷിതാക്കൾ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സിറ്റി വിഷൻ കുമളി.
നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹ്യനീതി വകുപ്പിന്റെയും എഴുകുംവയൽ സായം പ്രഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രദേശത്തെ 100ഓളം BPL വിഭാഗക്കാരായ വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഈട്ടിക്കൽ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വയോജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും എഴുകുംവയൽ സായം പ്രഭ ഹോമിൽ ലഭ്യമാക്കുമെന്ന് വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഈട്ടിക്കൽ പറഞ്ഞു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോണി പുതിയപറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ SCB പ്രസിഡന്റ് സാബു മണിമലക്കുന്നൽ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കുഞ്ഞമ്മച്ചൻ പാറത്തറ, MDS പ്രസിഡന്റ് ജോർജ് അരിപ്പറമ്പിൽ, ICDS സൂപ്പർവൈസർ ഷിജ, വാർഡ് കൺവീനർ ബിജു പെരുമനങ്ങാട്, സായംപ്രഭ ഫെസ്റ്റിലേറ്റർ മെൽട്ടൺ കെയർ ഗീവർ ലേഖ പ്രശാന്ത്, മോളി പുറത്തേമഠം തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മുണ്ടിയേരിമ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ജീവിതശൈലി രോഗങ്ങൾ പരിശോധിക്കാൻ ആരോഗ്യ പ്രവർത്തകരും എത്തിയിരുന്നു. വയോജനങ്ങൾക്ക് സ്നേഹവിരുന്നും ഒരുക്കി. വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളും സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. വിദ്യാർത്ഥികളുടെ അക്കാദമിക മികവിന് ആദരമർപ്പിച്ച് സേനാപതി മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രതിഭോത്സവം 2026 മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. SSLC, ഹയർ സെക്കൻഡറി, VHSC പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. അക്കാദമിക മികവിന്റെ അഭിമാന നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു സേനാപതി മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ. പ്രതിഭോത്സവം 2026 മെറിറ്റ് ഡേയുടെ ഭാഗമായി SSLC, ഹയർ സെക്കൻഡറി, VHSC പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ആദരമൊരുക്കി. ഉടുമ്പൻചോല MLA സേനാപതി വേണു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്തെ മികവാണ് സമൂഹത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നതെന്നും വിദ്യാർത്ഥികളുടെ നേട്ടങ്ങൾ നാടിന്റെ അഭിമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെസ്സി സാബു മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ എൽദോസ് പോൾ പുൽപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ഡെയ്സി മാത്യു, ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ധന്യ S. നായർ, VHSC വിഭാഗം പ്രിൻസിപ്പൽ ബിനു പോൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ പൊന്നാടി അണിയിച്ചും ഉപഹാരങ്ങൾ സമ്മാനിച്ചും ആദരിച്ചു. വിദ്യാർത്ഥികളുടെ വിജയങ്ങളെ ആഘോഷമാക്കുകയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പ്രചോദിപ്പിക്കുകയും ചെയ്ത പ്രതിഭോത്സവം 2026 സ്കൂൾ കുടുംബത്തിന്റെ അഭിമാന നിമിഷമായി മാറി. സിറ്റി വിഷൻ ചമണ്ണാർ. KGMOA നെടുങ്കണ്ടം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് ദിനാചരണം നടന്നു. ദിനാചരണം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഈട്ടിക്കൽ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സേനാപതി വേണു MLA ഓൺലൈനായി ആശംസകൾ നേർന്നു. തുടർന്ന് റോട്ടറി ഗാർഡമം സിറ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരെ ആദരിച്ചു. KGMOA ഭാരവാഹികളായ ഡോക്ടർ മുജീബ, ഡോക്ടർ അനിറ്റ, ക്ലബ് പ്രസിഡന്റ് പ്രകാശ് കുമാർ, റോട്ടറി ഡിസ്ട്രിക്ട് ഡയറക്ടർ യൂനിസ് സിദ്ദിഖ, അസിസ്റ്റന്റ് ഗവർണർ സാജോ ജോസഫ്, സോണി തണ്ണിപ്പാറ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെയും ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെയും ഡോക്ടർമാർ ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണഗ്രാമിന് 13,450 രൂപ, പവന് 1,07,600 രൂപ, വെള്ളി ഗ്രാമിന് 260 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിറ്റി വിഷൻ ഇംപാക്ട്. രാജകുമാരി വില്ലേജിലെ മുള്ളൻതണ്ടിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമി കയ്യേറിയ സംഭവത്തിൽ റവന്യൂ വകുപ്പ് ശക്തമായ നടപടിയിലേക്ക്. നടപടി സിറ്റി വിഷൻ വാർത്തയെ തുടർന്ന് 2 പേർക്ക് നോട്ടീസ് നൽകി 7 ദിവസത്തിനകം ഭൂമി ഒഴിയണമെന്ന നിർദ്ദേശം. മാമലക്കണ്ടം പിണവൂർ ചെറുകിട ജലവൈദ്യുത പദ്ധതിക്കെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. പദ്ധതി നടപ്പിലാക്കിയാൽ പ്രദേശത്ത് മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കുമെന്ന് മനുഷ്യ വന്യജീവി ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി അംഗം K. ബുൾബേന്ദ്രൻ. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയുടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. നടപടി ആത്മഹത്യ ചെയ്ത സാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്ത സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി.
അടിമാലി ലക്ഷം വീട് നിവാസികൾ നടത്തിവരുന്ന സമരം 10ാം ദിവസത്തിലേക്ക്. ഇന്ന് രാവിലെ പ്രദേശത്ത് ചെറിയ തോതിൽ മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചു. പ്രദേശത്ത് മണ്ണിടിച്ചൽ സാധ്യതയും നിലനിൽക്കുന്നു. തങ്ങളുടെ ആവശ്യത്തിന് പരിഹാരം കാണാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കുടുംബങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.